ഇളയ ദളപതി മൂത്ത ദളപതിയാവുന്നു, മുഖ്യ ദളപതിയാവുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി രാവിലെ 10 മണിക്ക് വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവിടെ ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞ. അവിടെ വേദിയിലേക്ക് വമ്പൻ വേദിയാണ്. ആ വേദിയിലേക്ക് പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. വിജയ് എത്തിച്ചേരുന്നുണ്ട്. 10 മണിക്കാണ് അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെയാണ് ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടത്. ഡൽഹിയിലേക്ക് അവിടെ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നു. വലിയ ആഘോഷമാക്കാനാണ് സി ജോസഫ് വിജയ് ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് വിജയ് പുറപ്പെട്ടു. അതിന്റെ ആദ്യ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടതാണ്. അപ്പോൾ ഒരു വിജയ് സിനിമ പോലെ ഒരു മാസ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സിന് ശേഷം ഇപ്പോൾ ആ സത്യപ്രതിജ്ഞയിലേക്ക് എത്തുകയാണ്. ഇനി ആ സത്യപ്രതിജ്ഞ എങ്ങനെയായിരിക്കും, എന്തൊക്കെ സർപ്രൈസുകളാണ് വിജയ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വിജയ്ക്കൊപ്പം 9 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിൽ പങ്കെടുക്കും. അതിനായി രാഹുൽ ഗാന്ധി രാവിലെ ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി എത്തും. മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നത്. മനേഷ്, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും തമിഴകത്തിന് ദളപതി ഭരണം മുതൽവനാകുന്ന വിജയ് എന്തൊക്കെ സർപ്രൈസുകളാകും ഒരുക്കി വെച്ചിട്ടുള്ളത്? ആ ഒരു മാസ് എൻട്രി ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക്, ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് വിജയ് എത്തിക്കഴിഞ്ഞു. നീലങ്കരയിലെ വീട്ടിൽ നിന്ന് വലിയ ഒരു റോഡ് ഷോ ആയിട്ട് തന്നെയായിരുന്നു വിജയുടെ ഒരു വരവ്. അതായത് ആ ഒരു മാസ് എൻട്രി, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ദളപതി അല്ലെങ്കിൽ യഥാർത്ഥ ജനനായകനാവാനുള്ള ആ ഒരു വരവ് എന്തായാലും ഒഴിപ്പിച്ച് തന്നെയാണ് വിജയ് വന്നിരിക്കുന്നത്. അതിനിപ്പോൾ 1 മണിക്കൂർ കൂടി, അതായത് 8:52 സമയം, 1 മണിക്കൂർ കൂടിയാണ് സമയം. 10 മണിക്ക് സി ജോസഫ് വിജയ് തമിഴ്നാടിന്റെ 18ാമത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാൻ പോകുന്നു. 9 മന്ത്രിമാർ കൂടി ഇന്നിപ്പോൾ അധികാരമേൽക്കുന്നുണ്ട്. അവരുടെ ലിസ്റ്റ് ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. അത് ഒന്ന് TVKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N ആനന്ദാണ്. മറ്റൊന്ന് ക്യാമ്പയിനിങ് ജനറൽ സെക്രട്ടറി ആദവ് അർജുന, KG അരുൺരാജ്, ഡോക്ടർ KG അരുൺരാജ്, KS സെങ്കോട്ടയ്യൻ, വെങ്കട്ടരമണൻ, CTR നിർമ്മൽകുമാർ, രാജ്മോഹൻ, TK പ്രഭു, ഒരു വനിതയും ഇന്നിപ്പോൾ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അത് S കീർത്തനയാണ്. അങ്ങനെ 9 പേരുടെ ലിസ്റ്റ് എന്തായാലും ഇപ്പോൾ വന്നിട്ടുണ്ട്. മന്ത്രിമാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രിക്കൊപ്പം വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ ഈ പറഞ്ഞ 9 പേരാണ്. അങ്ങനെ മുഖ്യമന്ത്രിയും 9 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം ഇനിയിപ്പോൾ വളരെ വേഗത്തിൽ തമിഴ്നാടിന്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുക, വളരെ വേഗത്തിൽ ജനങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുക, ഇതൊക്കെ തന്നെയാണ് എന്തായാലും വിജയുടെ ലക്ഷ്യം. വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും അതിൽ ഈ MLA-മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA-ക്ക് പ്രായം 28 വയസ്സേ ഉള്ളൂ. 41 MLA-മാരിൽ 40 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള ആൾക്കാരാണ്. ചെറുപ്പക്കാരുടെ ഒരു മന്ത്രിസഭ, ഒരു സഭ വരികയാണ്. നോക്കൂ മനേഷ്, അവിടെ സാധാരണഗതിയിൽ വെള്ളയും വിട്ട മുണ്ട്, അതല്ലാതെ ഇങ്ങനെ നല്ല വെള്ള ഷർട്ട്, ബ്ലാക്ക് പാൻറ്, തക്കൻ ചെയ്ത് ഇൻസർട്ടൊക്കെ ചെയ്ത് യുവാവായി ഉള്ള മുഖ്യമന്ത്രി ഒരുപക്ഷെ തമിഴക ചരിത്രത്തിൽ നിന്നല്ല, ഒരുപക്ഷെ ഏതെങ്കിലും സംസ്ഥാനത്ത് അങ്ങനെ ഈ വേഷഭൂഷാദികളിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല. യുവത്വം അങ്ങനെ തുളുമ്പി നിൽക്കുകയാണ്. യംഗസ്റ്റ് മിനിസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യയിൽ. അപ്പോൾ അതൊരു മാതൃകയാകട്ടെ. ഏതായാലും നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് സാധിക്കുമെന്ന് കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു രീതിയിൽ, കാരണം വിജയ് ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായും യുവാക്കളെയും അതുപോലെ തന്നെ വനിതകളെയുമാണ്. വനിതകൾക്കും യുവാക്കൾക്കും വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ് എപ്പോഴും നടത്താറ്. മാത്രമല്ല യുവജനങ്ങളുടെ ഒരു പ്രതിനിധി, യുവാക്കളുടെ ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിൽ തന്നെയാണ് വിജയ് എപ്പോഴും നോക്കി കാണുകയും ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് നമുക്ക് ഇവിടെ ഈ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം അത്രയധികം ആളുകൾ, അതായത് സാധാരണ നിലയിൽ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ നടക്കുന്ന സമയത്ത് സാധാരണ നിലയിൽ ഉണ്ടാവുക വെള്ളയും വിട്ട ഖത്തർധാരികളായിട്ടുള്ള കുറേ ആളുകൾ. പക്ഷേ ഇവിടെ മുഴുവൻ നോക്കൂ, എല്ലാം വളരെ ഈ പറഞ്ഞ അർത്ഥത്തിൽ കാക്കി പാൻറ്റും അതുപോലെ തന്നെ വെള്ള ഷർട്ടും, അതൊരു യൂണിഫോമായി തമിഴ്നാട് മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് എന്തായാലും പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 5000 പേർക്കാണ് എന്തായാലും സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. അത് പാസ് ഒക്കെ നൽകിക്കൊണ്ടാണ്, അത്തരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അത്തരത്തിൽ ഉള്ള പാസ്സൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് എന്തായാലും ഈ പറഞ്ഞ രീതിയിലുള്ള പ്രവേശനം, സ്റ്റേഡിയത്തിനകത്തേക്കുള്ള പ്രവേശനമൊക്കെ അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് തമിഴ്നാടിൻ്റെ എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള ആഘോഷം ഇതിനകം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചെന്നൈ നഗരത്തിൽ മാത്രം 20ഓളം വലിയ സ്ക്രീനുകൾ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഇവിടേക്ക് വരാൻ പറ്റാത്ത ഒരു നിലയായതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒരു വിജയ് പറഞ്ഞതുപോലെ ഒരു വിസിൽ പുരട്ചി തന്നെ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു കാര്യം. ആ തരത്തിലാണ് എന്തായാലും കാര്യങ്ങൾ
ഞങ്ങൾ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ നടക്കും. 1 മണിക്കൂർ നമ്മൾ ഈ പരമ്പരാഗത രാഷ്ട്രീയം പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പരമ്പരാഗത ഐഡിയോളജിയെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിടികിട്ടാത്ത അവിശ്വസനീയമായ മറ്റൊരു കൈൻഡ് ഓഫ് രാഷ്ട്രീയമാണ്. അപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് മുഴുവൻ അരാഷ്ട്രീയമാണ്, ഇത് വീണ്ടും പൊളിഞ്ഞു വീഴാൻ പോകുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലത്തിന് നമുക്ക് പുതിയ കാലത്തെ രാഷ്ട്രീയത്തോട് സംവദിക്കാൻ അതിനോട് നമ്മൾ കണ്ണടച്ചിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയല്ല, മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ മാറ്റത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം തമിഴ് തൊട്ടയൽ സംസ്ഥാനമായി അവിടെ ടക്കം ചെയ്ത് പാനും ഷർട്ടൊക്കെ ഇട്ട ഒരു യുവമുഖം, അതും ഈ പറയുന്ന ആവറേജ് 40 വയസ്സാണ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയൊക്കെ പ്രായം, അല്ലെങ്കിൽ MLA മാരുടെ പ്രായം. ഏറ്റവും പ്രായക്കുറവ് 28ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.